എഴുത്തുകാരൻ, സംവിധായകൻ, നിർമ്മാതാവ്, സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും തന്റെ അഭിനയ സിദ്ധി കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ഒരാൾ. ഏറെ ബഹുമാനത്തോടെ, ഏറെ സ്നേഹത്തോടെ ഫൺ ബേബി ഫണ്ടിന്റെ ഈ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ലാൽ സാർ. TV ചാനലുകളിലും മറ്റും വരുന്ന ഈ കോമഡി പ്രോഗ്രാംസിന്റെ ഒരു വലിയ ആരാധകനാണ് ഞാൻ. പടവും തിരക്കൊന്നും ഇല്ലെങ്കിൽ കഴിയുന്നത് ഇതിങ്ങനെ മാറി 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 കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് എന്റെ ഏറ്റവും വലിയ ഹോബി. അതിൽ പ്രത്യേകിച്ചും പിഷാരടി ലീഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് സത്യമായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അഭിനയത്തിന് ഒരു നാഷണൽ അവാർഡും 2 സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുള്ള ഒരാളാണ് ലാലേട്ടൻ. ഞങ്ങളൊക്കെ ആദ്യം ഈ മിമിക്രി പ്രോഗ്രാം എന്ന് പറഞ്ഞു നടക്കുന്ന സമയത്ത് അന്ന് മിമിക്രി എന്താന്ന് പറയണ എന്ത് ചെയ്യുന്നു ഞാനിങ്ങനെ മിമിക്രി കളിയാക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പൊ മിമിക്രിക്കാര് എന്ന് പറയുന്ന ഞാൻ മിമിക്രിക്കാരനാണ്, എന്തെങ്കിലും വേഷമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു സർട്ടിഫിക്കറ്റ് പ്രസന്റ് ചെയ്യുന്ന അത്രയും വാല്യൂബിൾ ആയിട്ട് മാറിയിരിക്കുന്നു. മിമിക്രി അത്രയധികം ചാനലിൽ നിന്നെടുത്തുന്നത് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് എങ്ങനെയാണ് മിമിക്രി മലയാളികൾ പരിചയപ്പെട്ട് തുടങ്ങിയെന്ന് പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്താണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം തന്നെ മലയാളികൾക്ക് കൂടുതൽ പരിചിതമായത്. ഭൂരിപക്ഷം മലയാളികൾക്ക്, എല്ലാവർക്കും നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലെ ഏറ്റവും ക്രീമായിട്ടുള്ള, കേരളത്തിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകളും കുറേ പുതിയ ആളുകളുമാണ് നമ്മുടെ ഈ ഫൺ ബേബി ഫൺ എന്ന് പറയുന്ന പരിപാടിയിൽ എത്തുന്നത്. എന്താണെങ്കിലും ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന ഒരു കലാരൂപം കേരളത്തില് ഇത്രയും പ്രശസ്തമാക്കിയത് പിഷാരടിയാണ്. അതിനകത്ത് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതൊരു ഗംഭീര സംഭവം തന്നെയാണ്, വലിയൊരു നേട്ടമാണ്. അല്ല, എന്താ പറയുന്നത്, ഇതിപ്പോ ഞാൻ സംസാരിക്കുന്ന പോലെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.